ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വ്ളോഗാണ്. ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഷോപ്പിംഗ് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക. നമ്മളിവിടെ പാലക്കാട് വന്നിട്ടുള്ളത് കേട്ടോ ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ലെഹങ്ക എടുക്കണം, പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ലെഹങ്ക എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ 2 ദിവസം മുന്നാണ് കേട്ടോ ലെഹങ്ക എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങൾ അതൊന്നും നമുക്ക് ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ ഈ ലെഹങ്കേനെ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ ഓൾറെഡി ഇവിടെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെയും എല്ലാവർക്കും തിരക്ക് കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ ആ ടൈമിന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാൻ ഇവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ നേരെ റെഡിമെയ്ഡിലേക്കാണ് പോയിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലെഹങ്ക കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓവർ ഹെവി ആയിട്ടും വേണ്ട വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നീട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുറച്ച് അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത പോലത്തെ ഒരു ലെഹങ്ക എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. വെറുതെ അലമാരയിൽ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ കൊണ്ട് വീട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ എല്ലാവരും പറഞ്ഞു വിട്ടാക്കിയിട്ടാണ് ഞങ്ങളോട് അങ്ങനത്തെ ഓവർ ഹെവി ആയിട്ടും വെയിറ്റുള്ള പോലത്തെ ഡ്രസ്സ് അധികം എടുക്കണ്ട പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളാണ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഹോൾസെയിലായിട്ടുള്ള റേറ്റിനാണ് നമുക്ക് കിട്ടുക. ഭയങ്കരമായിട്ട് നല്ല സെലക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് പള്ളി സ്ട്രീറ്റ് എന്നാണ് ഈ ഭാഗത്തേക്ക് പറയുക. നല്ല അടിപൊളി സെലക്ഷനും കാര്യങ്ങളും നല്ല ഹോൾസെയിലായിട്ട് നല്ല നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ലെഹങ്ക കാര്യങ്ങൾക്കൊക്കെ പുറത്ത് ഷോപ്പിലൊക്കെ നല്ല റേറ്റ് കാര്യങ്ങളാണ് കേട്ടോ. ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ഓരോന്നായി സെലക്ട് ചെയ്യുന്നു. ഫുള്ളായിട്ട് പർച്ചേസ് ചെയ്യണതൊന്നും എടുക്കണില്ല, മാക്സിമം കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ലെഹങ്ക കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കുള്ള ചുരിദാർ സെറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികളെയൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. പിന്നെ ചുച്ചുക്കുട്ടി മാത്രം തന്നെ വന്നിട്ടുള്ളൂ. ഞാൻ വീട്ടിലിരുന്ന കരനെയും പറഞ്ഞിട്ട് പിന്നെ അവനെ കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിതാ ഓരോന്നായി സെലക്ട് ചെയ്യുന്നു. ഞാൻ ഈ കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് എന്ത് കളറാണ് പറയുക, യെല്ലോ അല്ല, ഒരു ഗോൾഡ് കളറും യെല്ലോയും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ക്യാമറയിൽ കാണുന്ന കളറല്ല, നേരിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഡ്രസ്സ് ഒരേ കളറിലുള്ള എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ചാണ് ഇക്കാൻ്റെ വൈഫ് എടുത്തത് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതുവഴി പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇവിടെ ഓഫറിൽ കുറച്ച് ചുരിദാർ സെറ്റ് തന്നെ കേട്ടോ ഓഫറിൽ ഇട്ടിട്ടുണ്ട് പറഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് ലാസ്റ്റായെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ എല്ലാത്തിലും കൈയിട്ട് വാരി നോക്കുന്നുണ്ട് കേട്ടോ. പെണ്ണുങ്ങളായതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ കുറച്ച് നേരം ഓരോന്ന് നോക്കിയിട്ടും അങ്ങോട്ട് തിരിഞ്ഞിട്ടൊക്കെ ഒരുപാട് ടൈമാണ് കേട്ടോ പോയിട്ടുള്ളത്. അതൊന്നും നമ്മൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല, കുറച്ച് തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇടാനേ ഒരുപാട് ലേറ്റായിട്ടുണ്ട്. ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ചൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നവംബർ 10-ാം തീയതിക്കാണ് കേട്ടോ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇന്ന് ഇപ്പോൾ ഡേറ്റ് ഇത്രയായില്ലേ, അപ്പോൾ അത്രയും ലേറ്റ് ആയിട്ടുണ്ട്. ഇത് ഓവർ വീഡിയോ നിറയെ എടുത്തത് കൊണ്ട് തന്നെ ഏത്
ഇടണം എന്നറിയണില്ല, എത്രത്തോളം എഡിറ്റ് ചെയ്താലും തീരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതങ്ങനെ ഒരുപാട് നീണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതവിടെ നമ്മൾ എല്ലാം ഒന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രദറിന് വേണ്ടിയിട്ടുള്ള ഷർട്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയി, അപ്പോഴാണ് ഷർട്ട് എടുക്കാത്ത ഓർമ്മ വന്ന്. പിന്നെ മേലേക്ക് പോയിട്ടാണ്. പിന്നെ അങ്ങനെ ഷർട്ട് കാര്യങ്ങളും എല്ലാം മാച്ചിങ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മേലോട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളെടുത്തിട്ടുള്ള ഡ്രസ്സ് ലെഹങ്ക ഒരു ലാവൻഡർ ഷെയ്ഡ് പോലത്തെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ വരുന്നത്. സിൽവറും എല്ലാം കൂടി മിക്സഡായിട്ട് വന്നതുകൊണ്ട് തന്നെ കളറ് എന്താണെന്ന് പറയാൻ അറിയണില്ല കേട്ടോ. ഒരു എന്താ പറയുക, പിങ്കും അങ്ങനെയൊക്കെ മിക്സഡായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറുക്കി ഹായ് പറയും, ഹായ് പറയും. അങ്ങനെ നമ്മുടെ ഷർട്ട് കാര്യങ്ങളൊക്കെ മാച്ചിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക. അങ്ങനെ നമ്മുടെ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളും എല്ലാ ഐറ്റംസും എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മാല, വള, കല്യാണം ഏതാണ്? ബ്രൈഡിനാണ് എൻഗേജ്മെന്റ് കൊടുക്കാം. അങ്ങനെ നമ്മളവിടെ ഓൾമോസ്റ്റ് ഈ ഭാഗത്ത് എല്ലാം ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഫൈഹൗസിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ കാണുന്നതൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട്, വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം എടുക്കാനില്ല എങ്കിലും ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിവിടെ ഓരോന്നായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ അത് വരുന്നത്. റേറ്റൊക്കെ ചോദിച്ചപ്പോഴേ പിന്നെ ആ പതിക്ക് തിന്നില്ല, അത് കാരണം പിന്നെ എല്ലാം അവിടെ എസ്കേപ്പായി. നമ്മുടെ ചുറ്റുകുട്ടി എന്താ കാണിക്കുന്നത് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത്. പിന്നെ നമ്മുടെ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ചപ്പൽ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഇവിടെ ഈ ഭാഗത്ത് അധികം സെലക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പുറത്ത് വേറൊരു ഷോപ്പിലോട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഇവിടെ നിന്നുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് അതിന് ശേഷം ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രദറിന് വേണ്ടിയിട്ടുള്ള ഷൂസും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതവിടെ ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ടൈം ഒരു 3-3:30 ആ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വലിയ ഷോപ്പിംഗ് ആയിരുന്നിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്കൊന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ ആക്കിയിട്ടുള്ളത് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഫുഡ് വന്നിട്ടില്ല, ബിരിയാണിയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ പാലക്കാടൻ ബിരിയാണിയൊന്നുമല്ല കേട്ടോ, പാലക്കാട് തന്നെയാണ് എങ്കിലും വൈറ്റ് കളറിൽ വരുന്ന ബിരിയാണി കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. റെഡ് കളറിലുള്ള പാലക്കാടൻ ബിരിയാണിയാണ് കിട്ടുക വിചാരിച്ചു, പക്ഷേ അങ്ങനെയല്ല കേട്ടോ. NMR പോയാൽ മാത്രം തന്നെ അങ്ങനത്തെ ബിരിയാണി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ തോന്നുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവിടെയും ഇപ്പോൾ ഇതുപോലത്തെ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ കൊടുക്കുന്നത്. അങ്ങനെ അതവിടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇനി വീട്ടിലോട്ടാണ് പോണത്. അങ്ങനെ വിശന്നലഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീട്ടിലോട്ട് ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പോകാണ്ടിരുന്നു. പിന്നെ പോണ വഴിക്ക് തന്നെ ഗോൾഡ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മളങ്ങനെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഇനി ഗോൾഡ് എടുക്കലും കാര്യങ്ങളൊക്കെ നാളെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായി